എറണാകുളം കോടനാടിനടുത്ത് പെരിയാറിന്റെ കരയിൽ പ്രകൃതി പാഠങ്ങൾ പറഞ്ഞു തരുന്ന ചെറിയൊരു വനമുണ്ട്. സന്ദർശകർക്ക് ഉൾപ്പെടെ പെരിയാറിൽ ഇറങ്ങി കുളിക്കാൻ സാധിക്കുന്ന പാണംകുഴി. വിദ്യാർത്ഥികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് കാനന ഭംഗിയും പുഴയുടെ സൗന്ദര്യവും ആസ്വദിക്കാൻ ഇവിടേക്ക് എത്തുന്നത്. കോടനാട് അഭയാരണ്യത്തിന്റെ മറ്റൊരു ഭാഗമാണ് പാണംകുഴി. കോടനാട് ആനക്കൊട്ടിലിൽ എത്തുന്നവർക്ക് പുഴയിൽ ഇറങ്ങാനോ കുളിക്കാനോ ഉള്ള സൗകര്യങ്ങളില്ല. എന്നാൽ ഇത് പരിഹരിക്കുകയാണ് ടൂറിസം വകുപ്പും വനം വകുപ്പും ചേർന്ന്. കാലങ്ങളുടെ പഴക്കമുള്ള പാണംകുഴിയിലെ കടവിൽ സന്ദർശകർക്കിറങ്ങി കുളിക്കാം. പുഴയുടെ സൗന്ദര്യം മാത്രമല്ല, വൻമരങ്ങളും ഔഷധച്ചെടികളും നിറഞ്ഞ വനമേഖല കൂടിയാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വേണ്ടി ചെറിയൊരു പഠന കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നു. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വന്നവർക്ക് ടൂറിസ്റ്റുകൾക്ക് ഇവിടെ പുഴയിലിറങ്ങി കുളിക്കാനുള്ള സൗകര്യം അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. പിന്നെ ഊഞ്ഞാലുകൾ, ഏറുമാടം, വിദ്യാർത്ഥികൾക്ക് ഒരു പഠന കേന്ദ്രമാണിത് ഈ വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ അവിടെ ഈ മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. ഏറുമാടങ്ങളും ചെറിയ ഹട്ടുകളും ഊഞ്ഞാലുകളും ടീ ഷോപ്പുകളും അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. പുഴയിൽ ഇറങ്ങുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കാട്ടാനകൾ വെള്ളം കുടിക്കുവാനും മറ്റുമായി പാണംകുഴിയിൽ എത്താറുമുണ്ട്. എന്നാൽ ഇവയെ ചെറുക്കുവാൻ ചുറ്റിനും വൈദ്യുത കമ്പികളും വിരിച്ചിരിക്കുന്നു. ഋതുഭേദങ്ങളിൽ പെരിയാറിന് പല ഭാവങ്ങളാണ്. ആ ഭാവപകർച്ചയിൽ മുങ്ങിക്കുളിക്കുവാൻ നിരവധി പേരാണ് പാണംകുഴിയിലേക്ക് ദിവസേന എത്തുന്നത്. ഈ ഇക്കോ ടൂറിസം പദ്ധതി കേരളത്തിന്റെ ടൂറിസ്റ്റ് മേഖലയ്ക്ക് നൽകുന്ന സാധ്യതകൾ അനന്തമാണ്. ക്യാമറമാൻ അനന്തു ബി നായർക്കും ലിജുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.